UDF ഒരു ആക്സിഡന്റൽ സപ്പോർട്ടാണ്. ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കരാർ ഒപ്പിടേണ്ടി വരുന്നു, പിന്നെ ഞങ്ങൾ ഇതിന്റെ ചാമ്പ്യൻസ് ആണ് എന്ന് പറയുന്നതായിരുന്നു UDFന്റെ റോള്. UDFന് ഇത് എന്തായാലും ചെയ്യണമെന്നൊരു ഒരു താല്പര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ്. കാരണം അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അവരെല്ലാ കാലത്തും വിഴിഞ്ഞം വരാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും അരുവിക്കരയിൽ അതിനൊരു ടേൺ ഉണ്ടാവുകയും ചെയ്തതാണ് വിഴിഞ്ഞത്തിന് കിട്ടിയ ഭാഗ്യം. 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ നടത്തിപ്പ് കരാറിൽ അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ഒപ്പുവച്ചത്. എന്നാൽ കരാർ ഒപ്പുവച്ചതിന് പിന്നിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായി മാറിയെന്നുള്ളതാണ് ഏലിയാസ് ജോൺ വ്യക്തമാക്കുന്നത്. വിഴിഞ്ഞമില്ലെങ്കിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ക്യാമ്പയിനോട് തുടങ്ങി. അപ്പോ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു പിടിവള്ളിയാകുന്നു. ജയിക്കണം, അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ, ശബരിനാഥ് തോറ്റാൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം മാറുകയും പുതിയൊരാൾ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. ഇത് അപകടമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാവുകയും എങ്ങനെയും വിഴിഞ്ഞം വരുത്തിയേ പറ്റൂ എന്നുള്ള കൊച്ചി ലോബിയുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അല്ലാതെ വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയുള്ള താല്പര്യമോ ഈ കേരളത്തോടുള്ള നന്മയോ അല്ല. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്, ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് വിഴിഞ്ഞം ആവശ്യമാണ്. വിഴിഞ്ഞം വന്നാൽ ഭയങ്കരമായ ഇമ്പാക്ട് ഉണ്ടാകും എന്ന് വരുത്തി തീർക്കാൻ മനോരമയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ലേഖനം എഴുതാൻ. എന്നോടുള്ള സ്നേഹമോ വിഴിഞ്ഞത്തിനോടുള്ള സ്നേഹമോ അല്ല, അരുവിക്കരയിൽ ജയിക്കാൻ മനോരമ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും മനോരമയും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു. ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുകയും ശബരിനാഥ് ജയിക്കുകയും ചെയ്തതിലൂടെ ഉമ്മൻചാണ്ടിക്ക് മേൽക്കൈ ഉണ്ടാവുകയും ആ അട്ടിമറി നാടകം അവസാനിക്കപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു UDF ഈ പദ്ധതിയിൽ നിർവഹിച്ച പങ്ക്.